ഇതിലാരാണ് ഈ വഞ്ചിപ്പാട്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ, നാടൻ പാട്ട് പാടുന്ന കലാകാരി ആരാ അതിനകത്ത്? പേര് പറഞ്ഞോ? ആ കയറുവാ കയറുവാ, മൈക്ക് പിടിക്കുക. ഏതാണ് സ്കൂള്? സൗണ്ടൊക്കെ ഒന്ന് റെഡി ആയിരിക്കും. അടുപ്പിച്ചു വയ്ക്കുക, മൈക്ക് അടുപ്പിച്ചു വയ്ക്കുക. വയനാട്. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ? അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പം. വയനാട്ടിലൊക്കെ വലിയ സ്ഥലമല്ലേ ഇത്? വയനാട് കുറച്ചല്ലേ ഉള്ളു അല്ലേ? എങ്കിലും നമ്മുടെ വയനാട് നല്ല വയനാടാണ്. നല്ല ഇവിടെ വരുമ്പോൾ ചൂട്, അവിടെ വരുമ്പോൾ നല്ല തണുപ്പ്. അതുകൊണ്ട് ഇന്നലെ മഴ പെയ്തു. നിങ്ങൾ ഇന്നലെ വന്നതോടുകൂടി മഴയും പെയ്ത്. എങ്ങനെ മൈക്ക് പിടിക്കുക? ഒന്നുമില്ല. അപ്പൊ ഏതാ ഒരു നല്ലൊരു നാടൻ പാട്ടാണ് പാടാം. എന്ത് വഞ്ചിപ്പാട്ട് പാടാം നമുക്ക്? ആ ഇവരും പാടും, ഇവരും പാടും. മൈക്ക് അടുപ്പിച്ച് വെച്ച് പാടിക്കോ. ആ ഏതാണ്? അവള് പാടുന്നു. ഗംഭീരമേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വരുമോ? ഒന്ന് വരുമോ? അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് താളം പിടിക്കണമുണ്ട്. ഒന്ന് വന്നം. താളം പിടിക്കുന്ന ആൾ ഇവിടെ കയറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? എവിടെ നിന്നാണ്? ഞാൻ വയനാട്. ആ ഇവിടെ നിന്ന്. പിന്നെ താളം പിടിക്കല്ലേ, ഒരു പാട്ടങ്ങ് പാടിക്കേ. ആ ആ ആ പിന്നെ നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. വയനാട് 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 വയനാട്. ഞാൻ ജനിച്ച നാട്, വളർന്ന നാട്, എന്റെ നാട് വയനാട്. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ വീട് ഈ വയനാട്. സമ്മതിച്ചു. സ്വന്തം നാട്. കൊല്ലത്ത് വന്നപ്പോ കൊല്ലത്തെ കുറിച്ച് കൂടെ പാടണം, അല്ലെ കൊല്ലംകാർക്ക് എന്ത് തോന്നും? ഇത് തന്നെ കൊല്ലം ഒന്ന് പാടിക്കേ. ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ. ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ. ആ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. സൂപ്പർ. എന്റെ കൂടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടൻപാട്ട് കലാകാരനുണ്ട്. എവിടെ? അടൂർ രാജഗോപാൽ. വിളിക്കൂ. എന്റെ കൂടെ വന്നിട്ടുണ്ട്. വിളിക്കൂ. അടൂർ രാജഗോപാൽ വരൂ. അറിയപ്പെടുന്ന ഒരു കലാകാരൻ. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊക്കെ ഇവിടെ വേദി കൊടുക്കണം നമ്മള്. വരൂ, നല്ലൊരു കൈയടി കൊടുക്കൂ. കലോത്സവം കാണാനും കുട്ടികളെ കൊണ്ടൊക്കെ വന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? നാടൻപാട്ടിന്റെ ഗുരു എന്ന സ്ഥാനത്തിലേക്ക് കുട്ടികൾ വിളിക്കുന്നു. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഗുരു. പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുരുവാകും. ഒത്തിരി കാര്യങ്ങൾ അറിയണം. ഗുരുവാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയണം. നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഗുരുവാണ്. അതിന് മാറ്റമൊന്നുമില്ല.
നാടൻപാട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്നും ഓർത്തിരിക്കുന്ന കലാഭവൻ മണിച്ചേട്ടൻ തന്നെയാണ് അല്ലെ. മണിച്ചേട്ടനിൽ നാടൻപാട്ട് ലോകത്തറിയില്ല. അപ്പൊ മണിച്ചേട്ടന് വേണ്ടി ഒരു നാടൻപാട്ടങ്ങ് പാടാം. അല്ല, മണിച്ചേട്ടൻ പാടിയ മൊത്തം വരമഴിപ്പാട്ടുകളാണ്. അല്ല, മണിച്ചേട്ടന് വേണ്ടി നമ്മള് അതെ അതെ. അപ്പൊ മണിച്ചേട്ടന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന ഏത് പാട്ടാണെങ്കിലും ഇപ്പൊ മണിച്ചേട്ടന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ സ്റ്റേജിലായാലും എല്ലാ ചാനലിലൊക്കെ നമ്മൾ കാണുന്ന മലയാളം നാടൻ പാട്ടുകളാണ്. ഇപ്പോ അതിന്റെ ഭാഗത്ത് തമിഴും കയറി വന്നിട്ടുണ്ട്. ഒരു ബൗള് പാടാം. ബൗൾ ബംഗാളിന്റെ നാടോടി പാട്ടാണ് ബൗൾ. ഇത് സ്വന്തം ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ തിരുവോരങ്ങളിൽ പോയി ആൾക്കാരിലേക്ക് എത്തിക്കുന്നവരാണ് ബൗൾ ഗായകർ. അത്തരത്തിലൊരു പാട്ട്. ഓക്കെ. এক দিন মাটির ভিতরে খবে করে রে মন আমার কেন বান্ধ দালন খোরে মন আমার কেন বান্ধ দালন খোর একদিন মাটির ভিতরে খবে করে রে মন আমার কেন বান্ধ দালন খোরে মন আমার কেন বান্ধ দালন খোর প্রাণ পাখি উড়ে যাবে পিঞ্জর চরে প্রাণ পাখি উড়ে যাবে পিঞ্জর চরে শিরার বসিরা গুলি কবি গুড়ি যায় বন্ধু বন্ধু বিজাত মাতা পিতা তারা সুত বন্ধু বন্ধু বিজাত মাতা পিতা তারা সুত পুরে রব মাটি নিকর মার মুনা মার কেন বান্ধ দালন খোর একদিন মাটির ভিতরে কবে খোর রে মুনা মার কেন বান্ধ দালন খোর মুনা মার কেন বান্ধ দালൻ খোর. പിന്നെ കയ്യടി ഇല്ലാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ ദുഃഖങ്ങളെല്ലാം അല്ലേ, ഇപ്പൊ ഏകരീതി കിട്ടാത്ത പിള്ളേർക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ഇതൊന്ന് അല്ല, നമ്മുടെ ഇവിടെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ആശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു ബംഗാളി ആണ് പാടിയത്, ഇനി ഒരു മലയാളി നാടൻ പാട്ടായാലോ? ഓക്കെ. ഒരോളം കൂടെ പറ്റേ. തിത്താം ദൈതാര താര താരതി ഗുദാര തിത്താം ദൈതാര താര താരതി ഗുദാര തിത്താം ദൈതാര താര താരതി ഗുദാര നേരം വെളുത്തുമ്പോ താര സൂര്യൻ ഉദിച്ചും പോയേ നേരം വെളുത്തും പോയേ താര സൂര്യൻ ഉദിച്ചു പോയോ തിത്താം ദൈതാര താര താരതി ഗുദാര തിത്താം ദൈതാര ഏനെന്നും വെച്ചാലേ താരാ ചീരങ്കൻ വല്ലിയച്ഛൻ ഏനെന്നും വെച്ചാലേ താരാ ചീരങ്കൻ വല്ലിയച്ഛൻ തിത്താം ദൈതാര താര താരതി ഗുദാര തിത്താം ദൈതാര താര താരതി ഗുദാര ആ പുല്ലുള്ള പൊയ്പ്പുറത്തെ താര കണ്ണിനടിച്ചും വിട്ടോ ആ മുള്ളുള്ള പൊയ്പ്പുറത്തെ താര കണ്ണിനടിച്ചും വിട്ടോ തിത്താം ദൈതാര താര താരതി ഗുദാര തിത്താം ദൈതാര താര താരതി ഗുദാര ആ വാഴത്തണലി നോക്കി ദൈതാരച്ചൻ അവിടെ ഇരിക്കാനുണ്ട് വാഴത്തണലി നോക്കി ദൈതാരച്ചൻ അവിടെ ഇരിക്കാനുണ്ടോ തിത്താം ദൈതാര താര താരതി ഗുദാര 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 തിത്താം ദൈതാര താര താരതി ഗുദാര. സൂപ്പറാണ് കേട്ടോ മാഷേ, സൂപ്പറാണ്. നമുക്ക് കുട്ടികളുടെ വഞ്ചിപ്പാട്ടിലേക്ക് വേണം. അപ്പൊ നമുക്ക് വഞ്ചിപ്പാട്ടിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? റെഡിയാണോ? റെഡിയാണോ? ഒന്ന് ഒച്ചയ്ക്ക് പറ, റെഡിയാണോ? പോരാ, റെഡിയാണോ? ആർക്കൊക്കെ മൈക്ക് വേണ്ടേ? ഇന്നോർക്കുള്ള മൈക്ക് വേണ്ടേ? റീഡ് പാടുന്ന ആരാണ്? വേറെ വേണ്ടേ? അതിൽ തന്നെ കിട്ടുമോ? ഓക്കെ, റെഡി റെഡി. മൈക്ക് അടുപ്പിച്ചു വെച്ചോട്ടോ മോളെ, പാടുന്ന ആള് മൈക്ക് അടുപ്പിച്ചു വെച്ചോ. റെഡി റെഡി റെഡി
നല്ല കൈയടി. ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. ഇയാളിപ്പം ഇതിന് മുന്നിൽ പാടിയുമ്പോൾ നല്ല പാട്ടുകാരിയാലോ. പിന്നെ എന്തിനാ മാറിയിരിക്കുന്നു? ഒരു പാട്ട് പഠിക്കേ. ഒരു ഉഷാറായിട്ടൊരു പാട്ട് പഠിക്കേ. പഠിക്കോ? പാടാ, നല്ലൊരു പാട്ട് പാടും. ഓക്കെ കേട്ടോ, സൂപ്പറാണ്. ഇനിയും ഒത്തിരി കലോത്സവം. ഇപ്പം 9-ലോ 10-ലോ? 10-ലോ. എല്ലാവരും 10-ലാണോ? ഞാൻ 10-ലേ അല്ലാന്ന്, ജയിച്ചിട്ടില്ല അല്ലേ? 9-ൽ തന്നെ നിൽക്കുക അല്ലേ? ആരൊക്കെ 10-ല്? 9-ല്? ഇവരിവിടെ 9-ൽ ഉണ്ടായിരുന്നല്ലോ, തോറ്റുപോയല്ലേ? സത്യം പറയണേ. അല്ല എന്നാ ഓക്കെ. നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം, ഇവിടെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. ഇതോടൊപ്പം തന്നെ വയനാടാണ്, വയനാട്ടിൽ നിന്ന് അടുത്ത കലോത്സവം എവിടെയാണെങ്കിൽ അവിടെ നമുക്ക് വെച്ച് കാണണം. ഓക്കെ അല്ലേ? പൊളിയല്ലേ? അപ്പൊ നല്ലൊരു കൈയ്യോട് കൊടുത്ത് ഈ കലാകാരൻ വരെ പറഞ്ഞുവിടാം. ഓക്കെ, നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. Sandbuilders designed by Concepts. Al Azhar Group of Institutions, Perambalichira, Thudupuzha.